പോയ ചെക്കനെ ഇതുവരെ കാണാനില്ലല്ലോ. എത്ര നേരമായി പോയിട്ട്. ഈ ഉമ്മ എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ റേഷൻ കടയ്ക്ക് പറഞ്ഞയക്കുന്നത്? ഓ വരുന്നുണ്ട്. എന്തത് പോയിട്ട് പോയ പോലെ വരുന്നുണ്ടല്ലോ. ഉമ്മ എന്തിനാ അമ്മ എല്ലാ മാസം എന്നെ തന്നെ പറഞ്ഞയക്കണത്? അവിടെ അരിയൊന്നും ഇല്ല, കടയൊന്നും തുറന്നിട്ടില്ല. 10 മണിയാവത്ര തുറക്കാൻ. ഞാൻ ഇനി പോവില്ലാട്ടമ്മ. പിന്നെ നീ പോവാണ്ട് പിന്നെ ആര് പോവാനാ? റേഷൻ പീടിക്ക് പോണതിൽ എന്തപ്പോ? ഇവിടെ ആരും ഇല്ലല്ലോ, വേറെ ആരും. അതല്ലേ എന്നെ തന്നെ പറഞ്ഞയക്കണത്. ഇന്ന് അവന് അവധിയല്ലേ, അവനെ പറഞ്ഞയച്ചൂടെ? ഉമ്മ എന്തിനാ ഇങ്ങനെ കാണിക്കണത്? എന്നെ തന്നെ എപ്പോഴും പറഞ്ഞയക്കണത്. അവൻ നല്ല പോലെ കിടന്നുറങ്ങന്നല്ലേ. അവൻ്റെ അടുത്ത് പറ 10 മണിക്ക് ശേഷം തുറക്കുള്ളൂ, അവൻ പോയിക്കോളും, ഞാനൊന്നും പോയില്ല. എന്താ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ? ഒരു റേഷൻ പീടിയൊക്കെ പറഞ്ഞാച്ചാലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകണം. അവനെ പറഞ്ഞാക്കിന്ന് രണ്ടെണ്ണം ഉണ്ട്. അവനെ പോയി പറഞ്ഞേക്കുമ്പോൾ അവനെന്ത് അറിയണാവോ? മക്കളെ വീട്ടിലുണ്ടാവുമ്പോൾ മറ്റുള്ള മക്കളോട് പറഞ്ഞാൽ കൂട്ടാക്കുവോ? രണ്ടും കണക്കന്നെ. ഉറക്കോ ഡാ മോനെ ഷമീറേ, ഡാ ഉണ്ണി, മോനെ ഉണ്ണി എണീക്കടാ. എന്താ മോനെ നീ ഒന്ന് എണീച്ചറാ. അതെ, റേഷൻ കടയിൽ പോയിട്ടാ മണ്ണെണ്ണ അരി വാങ്ങിച്ചാ മോനെ. എന്ത് റേഷൻ കടയ്ക്കാ? ഞാനാ? എന്തെന്നാ പറയണേ? മോനെ റേഷൻ കടയ്ക്ക് തന്നെ. നീയൊന്ന് എണീക്ക്, പോയിട്ട് ആ അരി ഒന്ന് വാങ്ങിച്ചു കൊടുത്താ. ഒരു മാസം IT കമ്പനിയിൽ 1 ലക്ഷം എനിക്ക് സാലറി വാങ്ങുന്ന എൻ്റെ അടുത്താണ് അമ്മ പോയിട്ട് റേഷൻ കടയിൽ പോയിട്ട് അവിടെ പോയിട്ട് വരി നിന്നിട്ട് എന്നെ പേടിക്കാൻ പറയണല്ലേ അമ്മ? ഒന്ന് പോയി പണി നോക്കി പോയിട്ട്. എന്നെ അറിയുന്ന ആരെങ്കിലും അവിടെ കണ്ടിട്ടുണ്ടെങ്കിലേ എൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കും, എൻ്റെ ഇമേജിന് ബാധിക്കൂലേ? ഉമ്മ എന്താ മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ ഇമേജും സ്റ്റാറ്റസും ഒക്കെ ആലോചിച്ചിട്ടേ ഉച്ചയ്ക്ക് ഉമ്മ ചോറ് വിളമ്പ് വേണ്ടിട്ട് വന്നാണ്ടല്ല, വെറും പാത്രം എടുത്താൽ വെച്ചേരും കേട്ടോ മുന്നിൽ. പട്ടിണി കിടക്കാനുണ്ടെങ്കിൽ പോയിട്ട് അരി വാങ്ങിച്ചിട്ട്. അതെ, ഇപ്പം മക എന്താ അരിയാണ് പ്രശ്നം. ഇപ്പൊ ഒരൊറ്റ കോളാക്കി കഴിഞ്ഞാല് 5 ചാക്കല്ല 10 ചാക്ക് ഇപ്പൊ ഓടുന്നു വരും. മോനെ 5 ചാക്കും 10 ചാക്കിന്റെ കണക്കല്ല. എൻ്റെ ഉപ്പാക്ക് റേഷനരി ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ആ വെള്ളരി ചോറ്, മട്ടയല്ല വെള്ള. ഉമ്മാക്കും വേഗം ചോറും വേഗം. അതുകൊണ്ടാണ് പോയി മേടിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത്. പിന്നെ ഇത് നീ പറഞ്ഞില്ലേ, വിളിച്ച് പറഞ്ഞാൽ 10 ചാക്ക് വരും, 1 ചാക്ക് വരുന്ന്. ഒരു കാലത്തെ ഈ റേഷനരി പോലും കിട്ടാണ്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? ഈ റേഷനരി തന്നെ നമ്മൾ തിന്ന് വളർന്നത്. അത് മറക്കണ്ട. 10 ചാക്കോ 1 ചാക്കൊക്കെ ഇപ്പോൾ വന്നല്ലേ. പണ്ടൊക്കെ ഈ റേഷനരി പോലും കിട്ടാണ്ട് ഇരുന്നൊരു കാലം ഉണ്ടായിട്ടുണ്ട്, അറിയോ? ചെക്കനൊരു പുച്ഛം പറയുമ്പോൾ. പിന്നെ എനിക്ക് വേണ്ട റേഷനരിയും തേങ്ങരിയിരുന്നു. ഞാൻ പോവില്ല, നമുക്ക് ഉറക്കം കളയാൻ വേണ്ടിയിട്ട്. എന്തൊരു ചൂട്, കണ്ണ് കാണാണ്ടായി. എവിടെ നല്ല വിശപ്പ്, ചോറിട്ടെ. കുടല് കരിയണു വിശന്നിട്ട്. എന്തേ ചോറൊന്നും വെച്ചിട്ടില്ലെന്ന് അതിനിവിടെ. രണ്ടാളോട് അരി വാങ്ങിട്ട് പറയുമ്പോൾ അവനോട് പറയുമ്പോൾ എന്നെ മാത്രം എന്നെ പറഞ്ഞേക്കുള്ളൂ. ചെറുതിനിപ്പോൾ വിളിച്ചു വിട്ടപ്പോൾ ചെറുത് പറയണ ഞാൻ പോവില്ല, അവൻ്റെ ജോലിയിൽ സ്റ്റാറ്റസ് കുറയും, എൻ്റെ ഇമേജ് കുറയും പറഞ്ഞിട്ട്. അവർക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കെടുക്കട്ടെ എന്ന് ഭക്ഷണം പറഞ്ഞത്. ആ ചോറ് വെച്ചില്ല. നീ എന്ത് വർത്താനാ പറയണത്? സമയം 1:30 ആയില്ലേ? ഈ 2 മക്കൾ വെറുതെ ഇവിടെ ഉണ്ടല്ലോ, അവരോട് റേഷൻ കടയ്ക്ക് പോകാൻ പറഞ്ഞൂടെ? ഞാൻ വരുന്നവരെ കാത്തിരിക്കുക. നീ എന്നും അങ്ങനെയാണ് ഇവിടെ പതിവ്? എന്നോട് ചൂടായിട്ട് എന്താ കാര്യം? നിങ്ങളുടെ മക്കൾ രണ്ടും പറഞ്ഞാൽ കേൾക്കണ്ടേ? രണ്ടും പറഞ്ഞാൽ കൂട്ടാക്കണില്ല. അതിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇത് ഇന്നെ പറഞ്ഞേക്കോ ഒന്ന് വലുത്. ചെറുതിനോട് പറയുമ്പോൾ ചെറുത് എന്തോ ജോലി സംബന്ധിച്ചിട്ടൊക്കെ പറയണേ. കെടുക്കട്ടെ പറ്റുന്നവരുടെ ഉണ്ടാണ്ടിരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ ഞങ്ങൾ മക്കളെ കൂട്ടാക്കാത്തതിന്? ഞാനെന്ത് ചെയ്യാതെ പറഞ്ഞിട്ട് ഉണ്ടാണ്ടിരിക്കല്ലേ വേണ്ടത്? ഈ 2 മക്കളുണ്ടായിട്ട് വല്ല ഉപകാരം ഉണ്ടാ? അതിലും വേറെ 2 വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊലയിങ്ങനെ വെട്ടി തിന്നായിരുന്നു. ഇത് അതിനും ഉപകാരമില്ല. എന്തിനാ പിന്നെ ഉപകാരം ഉണ്ടാകും? എൻ്റെ മക്കളെ തിന്നാൻ തന്നെ ഉപകാരം ഉണ്ടാവുള്ളൂ. ഞാൻ റേഷനരി മറ്റേ കാർഡിൻ്റെ അടുത്ത് ചെഞ്ചി എടുത്ത് ഞാൻ പോയി അരി വാങ്ങിട്ട് വരാം. പറഞ്ഞാൽ അങ്ങോട്ട് കൂട്ടാക്കൂല്ല ഒരെണ്ണത്തിൽ. നമ്മളെല്ലാം എല്ലാ ഇതിനും നിൽക്കണം നമ്മൾ. ചെല്ല് എടുത്തിട്ട് വാ. ഉച്ചക്കത്തെ ഊണ കിട്ടിയില്ല. നേരെ 3:30 അവിടെ കട തുറക്കുക. അവിടെ പോയി ഇവിടെ ഇരിക്കണോട് നല്ലത് അവിടെ പോയി കുറച്ചേരം ഇരിക്കാം. ഇത് തുറന്നിട്ട് വാങ്ങിയിട്ട് വരാം, നല്ലത്. ഈ 2 പോത്ത് പോലെയുള്ള മക്കൾ വെച്ചിട്ട് നമുക്ക് ഉപകാരമില്ല ഉണ്ടായി. കുറച്ചവനെ ചെയ്യും. 2 കൊണ്ട് ഒരു ഉപകാരമില്ല. ആകെയുള്ള പ്രദേശം ഇത് മാത്രമേ ഉള്ളൂ.